ഹായ് ഒരുവൺ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇത് റേഡിക്കോക്കെ ഇത്തൻ്റെ ഒരു ചാർട്ട് അനാലിസിസ് ആണ്. അപ്പോൾ നമ്മളിത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മളിത് ഷെയർ ചെയ്തായിരുന്നു. അത് വേറെ എൻട്രിക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊന്നുമല്ല, നിങ്ങളൊന്ന് വരച്ച് നോക്കിയിട്ട് എൻട്രി എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട കാര്യം. ഞാൻ ആദ്യം പറഞ്ഞത് ഒരിക്കലും കോൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചാനലല്ല, ഇടയ്ക്കിടയ്ക്ക് ഓരോ ചാർട്ടുകളൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ കണ്ട് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം 95 മുതലുള്ള ചാർട്ടാണ്. ഇത് ഞാൻ ആദ്യം വരച്ച് വെച്ചതിൻ്റെ കാര്യം നിങ്ങൾ ഒരുപാട് സമയം പോകാതിരിക്കാൻ വേണ്ടി, കാരണം ഇത് വരച്ച് കാണിച്ചു. എന്തായാലും ഞാൻ എൻ്റെ ലോജിക്ക് എന്തായാലും ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇവിടെ ഒരു ചെറിയൊരു ക്യാൻഡിലുണ്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കുള്ളത്. പക്ഷേ അത് ഞാൻ ഈ ലൈൻ വരച്ചുകൊണ്ട് പെട്ടെന്ന് കണ്ണിപ്പെടാത്തതാണ്. ഇതിങ്ങനെ താഴോട്ട് പതുക്കെ പോകും, ഡൗൺ ട്രെൻഡാണ്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് എടുത്ത് കണ്ടോ, ഇവിടെ റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്, പിന്നെ ഇവിടെ സപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇച്ചിരി വാൾഡായിട്ടുള്ളൊരു ഏരിയ നമുക്കത് മനസ്സിലാക്കാം. പിന്നെ ഇവിടെ റെസിസ്റ്റൻസ് ഇവിടെ ഒരു സപ്പോർട്ട് വന്നിട്ടുണ്ട്, വീണ്ടും സപ്പോർട്ട് വേണം. അപ്പോൾ നമ്മളിതൊരു കൺട്രോൾ പ്രൈസ് ലൈൻ എന്നുള്ള രീതിയിൽ നമ്മളിത് മാത്രം നീട്ടി വരച്ചാൽ ആ ഒരു കട്ടിയായിട്ട് ഞാൻ വരച്ചേക്കുന്ന നല്ലൊരു 4 വിട്ട് വെച്ചേക്കുന്ന ആ ഒരു ലൈൻ കണ്ടോ. അത് അവസാനം വരെ അത് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ആയ ലൈൻ ഉണ്ടെന്ന് കണ്ടോ. ഈ ഒരു ഏരിയ വന്നിട്ട് പിന്നെ സപ്പോർട്ട് റെസിസ്റ്റൻസ് വീണ്ടും ബ്രേക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തേക്കുന്നു, വീണ്ടും സപ്പോർട്ട്. കാരണം 2020 റേഞ്ചിലായിട്ട് പോലും ആ ഒരു സപ്പോർട്ട് ഭേദിച്ച് ആ ഒരു രീതിയിൽ അങ്ങനെ പോയിട്ടില്ല. ഓക്കെ, അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈനാണെന്ന് മനസ്സിലാക്കാം. അത് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക, ബാക്കി കാര്യം പറയാം. പിന്നെ ഈ ചാർട്ട് മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് എടുത്തു, ഇവിടെ ഒരു ബ്രേക്ക് നടന്നു, പിന്നെ മുകളിലോട്ട് നല്ല രീതിയിൽ ഇപ്പോൾ ഇവിടെ കുറച്ച് റെസിസ്റ്റൻസുകൾ വന്നു. പിന്നെ ഇവിടെ ഒരു കുറച്ചിങ്ങനെ നിന്നിട്ട് അവിടെ ഒരു സപ്പോർട്ട് പോലെ ചെറിയ രീതിയിൽ എടുത്തിട്ട് താഴോട്ടൊരു ഫോളോ കാണാം. ഇവിടെ ഒരു അപ്ലോട്ട് പോയി. പക്ഷെ അപ്പോൾ നമുക്ക് അവിടെ അറിയാം അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് ഒന്നെടുത്ത് അങ്ങോട്ട് വെച്ചു. അങ്ങനെ ക്ലോൺ ചെയ്ത് ചുമ്മാ എടുത്തൊരിക്കലും വെക്കുകയല്ല, അവിടെ ഒരു ലോജിക്കലായിട്ടുള്ളൊരു ഏരിയ ഉണ്ടെങ്കിൽ മാത്രമേ അത് വെക്കത്തുള്ളൂ. ക്ലോണിംഗ് ഒക്കെ ചുമ്മാ ഈസി ആയിട്ട് ചുമ്മാ കാണിക്കുന്നതേ ഉള്ളൂ. പിന്നെ കണ്ടോ, ആ ഒരു ഏരിയയിൽ നമ്മൾ കണ്ട് ഇവിടെ ഈ ഒരു ഏരിയയിൽ 2010 വരച്ച അതേ സാധനം തന്നെ ഇവിടെ ഈ ഒരു നമ്മുടെ ലാസ്റ്റ് എത്തിയപ്പോഴത്തേക്ക് കണ്ടോ 1, 2, 3 ഒരു 5, 6 വട്ടം നാണ്ട് അവിടെ റെസിസ്റ്റൻസ് അവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കി. അതേപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെറും 3 ലൈൻസ്. അപ്പോൾ ആ ഒരു ഏരിയ കണ്ടോ, ആ ഒരു ഏരിയയ്ക്കും ഇച്ചിരി വാലിഡിറ്റി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകാമല്ലോ. അപ്പം ഈ ഒരു വെറും ഈ 3 ലൈൻ കൊണ്ട് നമുക്ക് ഈ ഒരു ചാർട്ടിൻ്റെ ഭാവി മൊത്തം നമുക്കിത് പറയാൻ പറ്റി. ഓക്കെ, പിന്നെ ഇവിടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് എല്ലാം ഓൾറെഡി ഈ ഒരു ഏരിയ കൊണ്ട് നമുക്കത് വരയ്ക്കാൻ പറ്റും. അത് വളരെ സിമ്പിളാണ്, നിങ്ങൾക്കത് ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഞാനിത് ചാർട്ട് ട്രിം ചെയ്തൊന്നും കാണിക്കാത്തതിൻ്റെ കാര്യം ഇച്ചിരി ഒരുപാട് സമയം പോകാതിരിക്കാൻ വേണ്ട ചില വീഡിയോയിലൊക്കെ നമുക്കങ്ങനെ ചെയ്യാം. ഇത് കണ്ട് ഇവിടെ ബ്രേക്കായി, ഇവിടെ ഒരു ഡബിൾ ബോട്ടം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ, ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഡബിൾ ബോട്ടം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു ചാനൽ പോലെ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡബിൾ ബോട്ടത്തിൻ്റെ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത റെസിസ്റ്റൻസ് വരെ മൂവ് ചെയ്തേക്കും നമുക്കത് പ്രതീക്ഷിക്കാം. ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ നല്ലൊരു 100% അടുത്തുള്ളൊരു മൂവ്മെൻറ്റ് അവിടെ തന്നിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോഴും ക്ഷമയോടുകൂടി തന്നെ കാത്തിരിക്കണം ഷെയർ മാർക്കറ്റിൽ, ഒരു എൻട്രിക്ക് വേണ്ടിയിട്ടും ഒരു എക്സിറ്റിന് വേണ്ടിയിട്ടും. അപ്പോൾ ഇവിടെ എൻട്രി എടുത്ത് 96 മേടിച്ചവർക്കൊക്കെ നാളെ 200 രൂപ വരെ നല്ല രീതിയിൽ പെർസെൻറ്റേജ് എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റ് അവിടെ റൺ ചെയ്യാൻ പറ്റും. പക്ഷേ റെസിസ്റ്റൻസ് എത്തുമ്പോൾ വിറ്റിട്ടില്ല ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ റിവേഴ്സിൽ വന്നതുകൊണ്ടോ നമ്മുടെ ആദ്യം വരച്ച കൺട്രോൾ ലൈനിലോട്ട് തന്നെ പോയിട്ടുണ്ട്. പിന്നെ പെതുക്കെ അതുമായിട്ട് തന്നെ ചുറ്റിപ്പറ്റി നിന്നിട്ട് വീണ്ടും ഒരു അപ് ട്രെൻഡ് കണ്ടോ. ഇവിടെ ഒരു ചാനൽ പാറ്റേൺ താഴോട്ടുള്ളൊരു ഡൗൺ ട്രെൻഡ് ബ്രേക്ക് ആയിട്ടുണ്ട്. അത് ഡൗൺ ട്രെൻഡ് ബ്രേക്ക് ആകുന്ന എങ്ങനെ, താഴോട്ടുള്ളൊരു ചാനൽ ഈ ഒരു മുകളിലത്തെ ഒരു ലോവർ ഹൈ അത് ബ്രേക്ക് ചെയ്തു. പിന്നെ കണ്ടോ ഇതുകൂടെ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒരു ക്ലിയർ ഷോട്ട് എൻട്രി നമുക്ക് വിചാരിക്കാം. കണ്ടോ ഇവിടെ ഒരു ക്ലിയർ എൻട്രി ഉണ്ട്. ഇവിടെ എൻട്രി എടുത്താൽ കണ്ടോ അത് ഹോൾഡ് ചെയ്ത് താഴെ ഈ ഒരു നീല ലൈൻ താഴെ വരുന്നിടം വരെ നമുക്ക് അലേർട്ടായിട്ടിരിക്കാം. കണ്ടോ 2020 ആ ഒരു കോവിഡ് ക്രാഷിൻ്റെ സമയത്ത് പോലും ആ ഒരു ഏരിയയ്ക്ക് നല്ലൊരു വാലിഡിറ്റി ഉണ്ട്. ക്ലിയർ ആയിട്ട് വരച്ചാൽ നിങ്ങൾക്കത് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്കത് കാണാൻ പറ്റും. കണ്ടോ ഞാനത് ജസ്റ്റ് അങ്ങനെ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, ഇത് ഞാൻ ജസ്റ്റ് റഫായിട്ട് വരച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു എൻട്രി നിങ്ങൾ നോക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടു വീണ്ടും അവിടെ തന്നെ സപ്പോർട്ട് എടുത്തു വീണ്ടും മുകളിലോട്ടൊരു ചാനൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടത് ഈ ഒരു ഏരിയ ഇനി നമുക്കൊന്ന് ഇച്ചിരി വലുതാക്കാം. അപ്പോൾ ഇവിടെ ഒരു ചാനൽ കിടപ്പുണ്ട്, കാണുന്നുണ്ടല്ലോ. സപ്പോർട്ട് നമുക്ക് ഇവിടെ ഒന്ന് ബ്രേക്ക് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ഒരു എന്തോരം എൻട്രി നമുക്ക് കണ്ടെത്താമെന്ന് കണ്ടോ. ഇവിടെ ഒരു ബ്രേക്ക് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസ് വരെ നമുക്ക് എടുക്കാം. കണ്ടോ റെസിസ്റ്റൻസ് വരെ ഒരു മൂവ്മെൻറ്റ് വന്നേക്കുന്നുണ്ടോ. പിന്നെ നമുക്ക് കണ്ട് ഇവിടെ ഈ ഒരു ഏരിയയിലും നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒന്ന് വെക്കാം. അപ്പം ഇത് ജസ്റ്റ് ബ്രേക്കായി ഈ ഒരു ഏരിയയിലോട്ട് താന്ന് വന്നു. അപ്പോൾ ഇതെല്ലാം ഒന്ന് പോട്ടെ, നമുക്കത് ഒന്നും കോംപ്ലക്സ് ആയി പോകത്തേ ഉള്ളൂ. കൽക്കി സിനിമയിലെ കോംപ്ലക്സിലോട്ട് വെറുതെ പോകണ്ടല്ലോ. അപ്പം ഇത് കണ്ടോ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ ഒരു റെഡ് ക്യാൻഡിൽസ് അല്ലെങ്കിൽ മറ്റേ സെല്ലിങ് ക്യാൻഡിൽസിൻ്റെ പ്രഷർ കുറഞ്ഞ് വരുന്നുണ്ട്. ഇവിടെ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ട് സപ്പോർട്ട് നമ്മൾ ഓൾറെഡി ചാനൽ വരച്ചിട്ടാണെന്നാണ് പറഞ്ഞത്, ചാനൽ തന്നെയാണ്. ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു, നല്ലൊരു ക്യാൻഡിൽ വന്നു. ഇനി അടുത്ത് നടക്കാൻ പോകുന്ന ചാൻസ് എന്ന് പറയുമ്പോഴത്തേക്ക്
ഇവിടെ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് നിന്നിട്ടോ അല്ലെങ്കിൽ അടുത്തൊരു ദിവസം നല്ലൊരു അപ്പ് മൂവ്മെൻറ്റ് വരാനാണ് ചാൻസ്. ആ ഒരു അപ്പ് മൂവ്മെൻറ്റ് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കിട്ടിയാൽ നമ്മുടെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് വരെ അതിൻ്റെ പൊടിക്ക് താഴെ വരെ നമുക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ ഒരു ഐഡിയയാണ് പറയുന്നത്, ഒരിക്കലും ചാടിക്കറി വാങ്ങിക്കാനല്ല. അതും ഒരു 100% അടുത്തുള്ള മൂവ്മെൻറ്റ് എത്ര പോയിൻറ്റ് കിട്ടുമെന്നുണ്ടോ, പോട്ടെ പകുതി വരെയെങ്കിലും റൺ ചെയ്യിക്കാൻ പറ്റിയാൽ പോലും കണ്ടോ 50% അടുത്തുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടും. അപ്പോൾ അതൊരു ചില്ലറ കാര്യമാണ്. ഹിസ്റ്ററി എപ്പോഴും റിപ്പീറ്റ് ചെയ്യുമെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മളെപ്പോഴും ട്രേഡിങ്ങിനകത്ത് നമ്മൾ എൻട്രി എടുക്കുന്നത്. അല്ലാതെ ഒരിക്കലും നമ്മൾ തോന്നുമ്പോഴേക്ക് ചുമ്മാ കയറിയിട്ട് വാങ്ങിക്കുകയല്ല. അതിൻ്റെ പുറകിൽ ഒരുപാട് ലോജിക്കുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ തന്നെ പ്ലേലിസ്റ്റിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ മറ്റേ ബേസിക്സ് ഓഫ് ട്രേഡിംഗ് എന്ന് പറഞ്ഞ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു നോക്കുക. ചാർട്ട് ബ്രേക്കിംഗ് വീഡിയോസ് എപ്പോഴും നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ ഒരുപാട് ഐഡിയാസ് കിട്ടും. ചുമ്മാ കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മളെന്ത് ചെയ്യണം? വരച്ച് പ്രാക്ടീസ് ചെയ്യണം. അപ്പം ഇവിടെ ഒരു ബ്രേക്ക് കിട്ടിയാൽ ഞാൻ ചെറിയ ടൈം ഫ്രെയിമിലോട്ട് ഞാൻ വീണ്ടും ഞാൻ പറയുകയാണ്, ഞാൻ പോകുന്നില്ല. ഒരുപാട് നീണ്ടു പോകും വീഡിയോ. ഇപ്പം തന്നെ 5 മിനിറ്റിനടുത്തായി. എനിക്ക് പറയാൻ കാണുന്നതിനുള്ള ബുദ്ധിമുട്ട്. ഇവിടെ ബ്രേക്ക് ആയാൽ പിന്നെ ഇതിനകത്തുള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും. പിന്നെ ഇപ്പോൾ ഇവിടെ താഴേന്ന് ഇച്ചിരി ചാടി കയറി ഇപ്പോൾ ബ്രേക്ക് ആണെന്ന് കരുതിയിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് വാങ്ങിച്ചവരൊക്കെ കാണും. ചിലപ്പോൾ ഇവിടെ കയറിയിട്ട് ഒരു ഫോഴ്സ് ബ്രേക്ക് ഔട്ട് വന്നിട്ട് വാങ്ങിച്ചവരൊക്കെ കാണും. ഇവിടെ നമ്മൾ എൻട്രി എടുക്കാൻ ചാടി കയറി മേടിക്കാറായിട്ടില്ല. ബ്രേക്ക് ഔട്ട് കൺഫേം ആയിട്ട് കേരള ട്രേഡർ ചാനലിനകത്തുള്ള ഫാമിലി മെമ്പേഴ്സ് എൻട്രി എടുക്കത്തുള്ളൂ. കാര്യം നമ്മൾ പഠിച്ചിട്ട് എൻട്രി എടുക്കുന്നവരാണ്. റോങ് ആയിട്ടുള്ള എൻട്രികളൊന്നും ഇല്ല. ഓക്കെ, അപ്പം അങ്ങനെ വാങ്ങിച്ചവർ കണ്ടോ എത്ര ആഴ്ച. ഇവിടെ 2023 ഡിസംബറിൽ വാങ്ങിച്ചിട്ടുള്ളവർ ഇത്രയും നാൾ വെയിറ്റ് ചെയ്യേണ്ട വന്നു. അപ്പോൾ ഇത് കൺഫേം ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്കൊരു സന്തോഷത്തോടെ ഒരു സമാധാനത്തോടെ വെയിറ്റ് ചെയ്യാമല്ലോ. ഇതിനും താഴെ പോവോ ഇല്ലെന്നൊക്കെ പേടിച്ച് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം എന്തുകൊണ്ടാണ്? ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് വാങ്ങിച്ചു. അതിനെപ്പറ്റി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കണ്ടു നോക്കി. വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണുക എന്ന് പറയുക. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടുന്ന് ഒരു ബ്രേക്ക് കിട്ടിയാൽ തരും അത് പോക്ക് പോകുന്നതുണ്ടോ? നിങ്ങളതിനെ ആലോചിച്ച് നോക്കുക. അത് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവ് കേസ് കൂടെ ഞാൻ പറയാം. നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ടോ? ഇതൊക്കെ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ വീണ്ടും നല്ല മുകളിലോട്ട് നല്ല പൊട്ടൻഷ്യലുള്ള ചാർട്ടാണ് അത്. കണ്ടോ? അറ്റ്ലീസ്റ്റ് ഒരു റെസിസ്റ്റൻസ് വരെയൊക്കെ നമുക്ക് വെക്കാം. കാരണം ഞാൻ സാധാരണ തൊട്ടടുത്ത റെസിസ്റ്റൻസ് വരെയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മൂവ്മെൻറ്റോടൊക്കെ നോക്കിയിട്ട് ചിലപ്പം ട്രേഡ് ക്ലോസ് ചെയ്യാറൊക്കെയാണ് പതിവ്. അല്ല നമുക്ക് വെയിറ്റ് ചെയ്യുന്നതിൽ വലിയ കഷ്ടപ്പാടൊന്നുമില്ല. കാരണം ആകെപ്പാടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതൊക്കെ ഉള്ളൂ. വെയിറ്റ് ചെയ്താൽ നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. കാരണം വെയിറ്റ് ചെയ്തുകൊണ്ട് മാത്രം. പിന്നെ ഒരു കാര്യമുണ്ട്, താഴോട്ട് വരുമ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കരുത്. ചില കേസുകളിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചാലും എന്നാലും കയറിയാലോ എന്ന് ഓർത്തിട്ട്. ഓക്കെ, അപ്പം അതെല്ലാം ഓർക്കുക. നിങ്ങൾ നല്ലൊരു എൻട്രി നിങ്ങൾക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ കാണുക. വീണ്ടും ഞാൻ പറയുവാണ്, ഈ ഒരു ലൈൻ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ താഴോട്ടായിരിക്കും ഒരു പോക്ക്. അതിനുള്ള ചാൻസസ് ആണ് പറയുന്നത്. അപ്പോൾ നിങ്ങളിവിടെ 1000 കയറി 2000 രൂപ റേഞ്ച് കയറി വാങ്ങിച്ചിട്ട് ഇതാണ്ട് 700 പോയാൽ അത് എന്തോരം ലോസ് ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. അതാണ് ക്ലിയർ ആയിട്ടുള്ളൊരു എന്താ പറയണ്ട സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് കയറുക എന്ന് എപ്പോഴും പറയുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും നിങ്ങളത് ശ്രദ്ധിച്ച് വാങ്ങിക്കുക. ഞാൻ എന്തായാലും തൽക്കാലം ഞാൻ ഇങ്ങോട്ടൊന്ന് വെക്കാം. അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടുവാണെങ്കിൽ ഉപകാരപ്പെട്ട് നിങ്ങൾക്ക് എന്തായാലും ഒന്ന് വരച്ച് നോക്കാനൊക്കെ പറ്റും. കോപ്പി ചെയ്യുക എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങളൊന്ന് വരച്ച് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എൻ്റെ ഒരു വ്യൂ ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. കോളായിട്ട് ഒരിക്കലും എടുക്കരുത്. അപ്പം നിങ്ങൾ ഇതേപോലെ വരയ്ക്കാൻ നിങ്ങളുടെ ഒരു വ്യൂവിനനുസരിച്ച് പ്രൈസ് ആക്ഷൻ വരച്ച് നോക്കി ഒരേപോലെ വ്യൂ ഒക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻട്രി പോയിട്ട് നിങ്ങൾക്ക് ആലോചിക്കാം. അതും എല്ലാം ക്ലിയർ ആയിട്ട് നിങ്ങളുടെ റിസ്കിനൊത്തുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഒരു എൻട്രി പോയിൻറ്റ് വ്യൂവിനനുസരിച്ച് കിട്ടുക. അങ്ങനത്തെ പല കാര്യങ്ങൾ നോക്കിയിട്ട് പല കൺഫർമേഷൻസ് കിട്ടിയാൽ മാത്രം എൻട്രി എടുക്കുക. അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.